നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശുദ്ധീകരിക്കാത്ത വെള്ളം കുടിക്കുന്നത് മൂലം ഇന്ന് പലവിധത്തിലുള്ള അസുഖങ്ങളാണ് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ കുട്ടികൾ വളരെയധികം ശ്രദ്ധാലു ആവേണ്ടതാണ്. ഇന്ന് കൊട്ടാരക്കര ടൗൺ UPU സ്കൂളിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊട്ടാരക്കരയുടെ വക നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും സ്കൂളിൽ പുതുതായി തുടങ്ങുന്ന കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനവും കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് നിർവഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. വാട്ടർ പ്യൂരിഫയറും സ്കൂൾ നഴ്സറി സ്കൂളിന്റെ നമ്മുടെ കരാട്ടെ പരിശീലനവും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള യൂണിഫോമിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ സ്വാഗതം ആശംസിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ, ഈരനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ. ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ, അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാൽ അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും. ഈ സ്കൂളിൻ്റെ അധ്യാപകരും അനധ്യാപകരും PTA-യും ഒക്കെ ചേർന്ന് വർഷങ്ങളായി റോട്ടറിയുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധത്തിൽ നിന്നും ഈ സ്കൂളിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ റോട്ടറിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല പൊതുവെയും പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലെ ഈ ടൗൺ UPU സ്കൂളിനും പ്രകടമായിട്ടുള്ള പുരോഗമനം നമുക്ക് ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ നിന്നുമാണ് റോട്ടറി ക്ലബ്ബ് വേണ്ട സഹായ സഹകരണങ്ങളോടുകൂടി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും ഭക്ഷണശാല വരെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ട, കാരണം എന്താണെന്ന് അറിയാം, ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. നല്ല മനസ്സുണ്ടെങ്കിലേ നല്ല ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ബുദ്ധി നല്ലതാണെങ്കിൽ മാത്രമേ പഠിക്കുന്നതും പറഞ്ഞു തരുന്നതുമായ കാര്യങ്ങൾ മനസ്സിൽ പതിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം എന്താ പറയുന്നത്, വിശേഷണത്തോടു കൂടിയ ഒരു പരിചരണം കിട്ടുന്ന ഈ സ്കൂളിന് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഹെഡ്മിസ്ട്രസ് ടീച്ചർക്കും ഇവിടുത്തെ അധ്യാപകരും ഒക്കെ ചേർന്ന് നമ്മൾക്ക് തരുന്ന ഒരു പ്രചോദനം, റോട്ടറിക്ക് നൽകുന്ന ഒരു പ്രചോദനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ അല്ലല്ലോ വീണ്ടും ഇങ്ങനെ പോയി പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യം, പാചകം ചെയ്യാനുള്ള സൗകര്യമില്ല. ഒരു ദിവസം അല്ലനും റോട്ടറിയുടെ ഭാരവാഹികൾ ഇവിടെ വന്ന് ഈ സ്കൂളിന്റെ സ്ഥിതി കണ്ടപ്പോൾ മറ്റൊന്നും ഒരു വാക്കുപോലും പറയാതെ 3-3.5 ലക്ഷം രൂപ മുടക്കി ഒരു പാചകപ്പുര, അതിമനോഹരമായ ഒരു പാചകപ്പുര ഇവിടെ നിർമ്മിക്കും. കൂടാതെ ഇത്രയും മനോഹരമായ ഒരു പാചകപ്പുര മറ്റൊരു സ്കൂളുകളുമില്ല. അത് വളരെ അഭിമാനകരമാണ്. പിന്നീട് രണ്ടാമത് നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ചും ഡെസ്കും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 100 ഡെസ്കും ബെഞ്ചുമാണ് ഈ സ്കൂളിന് വേണ്ടി റോട്ടറി ക്ലബ്ബ് തന്നിട്ടുള്ളത്. അതിനുശേഷം റോട്ടറി നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊച്ചുകുട്ടികളുടെ കണ്ണുകളെല്ലാം പരിശോധിക്കണമെന്ന് റോട്ടറി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യം നമ്മുടെ സ്കൂളിനെയാണ് പരിഗണിച്ചത് എന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ കണ്ടതല്ലേ, ഞങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. നേതൃത്വമായി ഇരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ അന്നപുരക്കര, അതേപോലെ സ്വാഗതം പറഞ്ഞ സുകുമാർ സാറ്, നമ്മുടെ ഈ സ്കൂളിന്റെ അഭിതകാംക്ഷിയും ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാകുന്ന ഒരു പ്രവർത്തകരെല്ലാം വളരെ സമർപ്പിതമായി പ്രവർത്തിക്കുന്നതായി ഡോക്ടർ ഗണനാഥൻ സാറ്, റോട്ടറി ക്ലബിന്റെ ആളുകളായിട്ട് പ്രവർത്തിച്ചൻ സജീവ് ചെയ്തു,
ശ്രീ മോഹൻ, ഈ സ്കൂളിന്റെ HM അനിൽ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ അനീസ്, മറ്റ് ശ്രീ നായക് സാർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികൾ, ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നുപോകുന്നതിലേക്ക് നമ്മുടെ ഈ സ്കൂളില് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാനമായിട്ടും വാർത്തയാണ്. നമുക്ക് കുടിക്കാൻ ആവശ്യമായി ശുദ്ധജലം ലഭിക്കുന്നതിനാവശ്യമായുള്ള ഒരു പദ്ധതിയാണ്. അതിലൂടെ സംഭാവന ചെയ്യുവാൻ പറ്റിയ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിലൂടെ നൽകുന്നതിന് വേണ്ടി കുട്ടികൾക്ക് നല്ല വെള്ളം കുടിക്കുന്നതിനാവശ്യമായുള്ള സൗകര്യം ഒരുക്കുന്ന പ്രവർത്തനത്തിന് കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല, കാര്യമായി ചെയർമാനെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ സ്കൂളിൽ ഒരു 10-20 വർഷം മുമ്പാണ് ഞാൻ ഗംഗാനന്ദാണ് ഞാൻ ഈ ആദ്യം വരുന്നത്. അത് ഈ ഇവിടൊക്കെ ബിൽഡിങ്ങുകളായിരുന്നു. അത് കൊട്ടായ ഫൗണ്ടേഷന്റെ ഒരു മീറ്റിംഗിനായി എത്തുകയും അപ്പോഴാണ് ഈ സ്കൂളിന്റെ അവസ്ഥ ബന്ധപ്പെടുന്നത് കാണാൻ കഴിയുന്നത്. പിന്നീട് ഗോകുമാർ ഇതിന്റെ PTA പ്രസിഡന്റായിരിക്കുന്നത് ഒക്കെ റോട്ടറികളെ ഇന്റർനാഷണൽ വിഭാവനം ചെയ്യുന്ന വളരെ വിശാലമായിട്ടുള്ള ചില പ്രോജക്റ്റുകളുമായി വരികയുണ്ടായി. ആദ്യമായി ബാത്റൂമുകളാണ് ഞങ്ങൾ ആദ്യം നിർമ്മിച്ചത്. ബാത്റൂമുകൾ ആദ്യം വളരെ സൗകര്യമായിരുന്നത് വൃത്തിയാക്കി നൽകാൻ കഴിഞ്ഞു. പിന്നെ നേരത്തെ തന്നെ ഒരു ബാത്റൂം ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ കുമാർ പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ HM റോഡിൽ വളരെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതെല്ലാം പിടിച്ചു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇവിടെ നടന്നൊരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു റോഡിൽ. അതിന് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വാട്ടർ പ്യൂരിഫയർ കൂടി വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന വയ്ക്കുന്നത്. അപ്പൊ ഈ വർഷം തന്നെ ഞങ്ങള് തൃക്കണ്ണൂർ സ്കൂളാണ് തെരഞ്ഞെടുത്തത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും വളരെ നല്ല മനസ്സുള്ള ഞങ്ങളുടെ അഡ്വക്കേറ്റ് ജ്യോതിഷ് കുമാർ അത് ഏറ്റെടുക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന് അദ്ദേഹം ചെന്നൈയിൽ വരെ പോയിരിക്കുകയാണ്. റോട്ടറി ഞങ്ങളെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണലായും കൂട്ടായും ഒക്കെ സാമ്പത്തികമായി സഹായം നൽകിയിട്ടാണ് ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. പറഞ്ഞ ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, വിദ്യാർത്ഥികളെ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ കരാട്ടക്കാരനാണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് ചോദിച്ചോട്ടെ. മാതാപിതാ മാതാവും ഗുരുവും അല്ല, മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം. എന്തുവാ? മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം. ഓക്കെ, നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, പേരൻസിനെ ബഹുമാനിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ കരാട്ടയുടെ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമണം നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചു. എന്തിനാ കരാട്ട പഠിക്കുന്നത്? സ്വയരക്ഷയ്ക്ക്. അപ്പം എനിക്ക് ഒരാളെ കൊല്ലണം, എന്റെ എതിരെ നിൽക്കുന്ന ഒരാളെ കൊല്ലണം, ഞാൻ കരാട്ട പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ചെറിയൊരു പിച്ചാത്തി വെച്ച് കൊന്നാ പോരെ പുള്ളി കാണാതെ കുത്തിയാ പോരെ? ഓക്കെ, അപ്പം സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഗുരുക്കന്മാരെ ബഹുമാനിക്കാം. എ ഗുഡ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എവരിത്തിങ് എന്നാണ്. എന്താ പറയുന്നത്? ഗുഡ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എനിവൺ. ഒരു വിദ്യാഭ്യാസം നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ? ഒന്ന് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബട്ട് എ ഗുഡ് ടീച്ചർ ക്യാൻ ചേഞ്ച്
എവരിത്തിങ്. ഒരു ഗുരുനാഥന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബാക്കിൽ എഴുതി പിടിച്ചു, മുറുകി പിടിച്ചു. ഓക്കെ, ഇപ്പൊ എന്നെ ഇങ്ങനെ പിടിച്ചേക്കുക. കണ്ടോ എന്റെ കഴുത്ത്, എന്റെ സൗണ്ട് മാറിയത് കണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കാലുകൊണ്ട് ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പറഞ്ഞു സംസാരിക്കണം. പിടിച്ചോ. ഞാൻ എന്ത് ചെയ്യണം? കേട്ടില്ല. എന്നാലും ഒരു കാര്യം പറയട്ടെ, പിടിച്ചോ മോളെ. മാപ്പ്, എന്നോടൊന്ന് ക്ഷമിക്കാൻ, എന്ന് വിട് എന്ന് പറയാൻ പഠിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ക്ഷമിക്കാൻ പഠിക്കുക, എന്നെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഓക്കെ, കാലും കൈയൊക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇൻ കേസ് ഇവരെ എനിക്ക് ഉപദ്രവിച്ചേ മതിയാവത്തുള്ളൂ. പിടിച്ചാ മോളെ, അവലോകിതേ, ഇനി ഉപദ്രവിച്ചേ മതിയാവത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നോക്കിയേ, എന്നെ പിടിച്ചാൽ ഇപ്പൊ എന്തായി? ഓക്കെ, ഇനി നെക്സ്റ്റ് അറ്റാക്ക് നോക്കിയോ, ആള് വിടുമോ ഇല്ലയോ? വിടും. ഓക്കെ, ഇനി ഇവിടെ പിടിച്ചേ, രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. ഈ ലോക്ക് എനിക്ക് അഴിക്കണം. എന്ത് ചെയ്യണം? ഓക്കെ, സോറി പറഞ്ഞു. എന്നെ ഇവർ വിടുന്നില്ല. എനിക്ക് ഇവരെ അടിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. എന്ത് ചെയ്യണം? നന്നായിട്ട് പിടിച്ചേ. വലിച്ചേ, അങ്ങോട്ട് വലിച്ചേ. കണ്ടോ എന്നെ വലിക്കുന്നു? നോക്കിയോ, ആര് തമ്മിൽ ലോക്കായി? ഇതാണ് ഇതിന്റെ ഗ്യാരണ്ടി. ഗുരുനാഥന്റെ അടുത്ത് ചെല്ലുവാണ് ആദ്യമായിട്ട്. അപ്പം എന്നെ ഒരാൾ അടിക്കാൻ പോവാണ്. അടിക്കുക. അപ്പൊ എന്ത് ചെയ്തു? അടി കൊണ്ടു. ഞാൻ കരാട്ടെ പഠിക്കാൻ പോയി. ഞാനൊരു 3 ബെൽറ്റ് എടുത്തു. കരാട്ടെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇപ്പോഴും എന്തുണ്ട്? പേടിയുണ്ട് ഉള്ളില്. ഇങ്ങനെ വെച്ച് ഉറപ്പല്ലയോ? ഞാൻ ഒരു 5 ബെൽറ്റായി പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചു തുടങ്ങി. ഫേസ് ടു ഫേസ് നോക്കി എന്ത് ചെയ്യാൻ പഠിച്ചു? ബ്ലോക്ക് ചെയ്യാൻ പഠിച്ചു. ഉറപ്പാണോ? ഓക്കെ, ഇനി ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു, ഡിഗ്രീസ് പഠിച്ചു, വെപ്പൺ പഠിച്ചു, ആയുധങ്ങളൊക്കെ പഠിച്ചു. നല്ല പ്രൊഫഷണൽ ആയി. എനിക്ക് വരുന്ന ആൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അറ്റാക്ക് ചെയ്യണം. ഫസ്റ്റ് അറ്റാക്കിനെ കൊണ്ടു. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് അറ്റാക്കിനെ കൊണ്ടു. ചില ആളുകൾ പറയാറുണ്ട്, കരാട്ടെ പഠിച്ചിട്ട് എന്നാകുന്നതിന് ആളുകൾ അടിച്ചിട്ട് പോകുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ ചില ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വൺ ടൈം അറ്റാക്കാണ്. ഓക്കെ, കരാട്ടെ മീൻസ് എംപ്റ്റി ഹാൻഡ് എന്നാണ് അർത്ഥം. ആയുധങ്ങളില്ലാതെ കൈകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈകുന്നേരം 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഡിഫൻസിന്റെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കുക. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ, ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ കരാട്ടെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എങ്ങും കാണാത്ത കുറെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.